السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാന്യനായ അധ്യക്ഷൻ നൂറുദ്ദീൻ ഫൈസി, ഇവിടെ നമ്മോട് പ്രഭാഷണം നിർവഹിച്ച സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആദരണീയനായ മുസ്തഫ മാസ്റ്റർ, വേദിയിൽ സന്നിഹിതരായ ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠരെ, ഈ പരിപാടിയിൽ ആദരവേറ്റുവാങ്ങുന്ന സമസ്ത ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഗ്ലോബൽ കമ്മിറ്റിയുടെ ട്രഷറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദരണീയനായ UK ഇബ്രാഹിം സാഹിബ്, മറ്റു വേദിയിലും സദസ്സിലുമുള്ള സംഘടനാ നേതാക്കളെ, പൗരപ്രമുഖരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ 100-ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചരിത്രത്തിൽ ഒരു സംഘടന അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്നും ആദർശത്തിൽ നിന്നും വ്യതിചലിക്കാതെ 100 വർഷം പൂർത്തീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രത്യേകിച്ച് മതരംഗത്ത് സമുദായത്തിന് നേതൃത്വം നൽകുന്ന ഒരു പണ്ഡിത പ്രസ്ഥാനമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയോളം പഴക്കമുള്ള ധാരാളം മതസംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാം ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അത് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആകർഷകമായ ആശയങ്ങളും മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പതിറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ആർക്കും ബോധ്യമാകുന്നൊരു കാര്യം, ഈ പ്രസ്ഥാനങ്ങൾക്കൊന്നും വിശ്വാസി സമൂഹത്തിനിടയിൽ വേണ്ടത്ര അംഗീകാരമോ സ്വീകാര്യതയോ നേടാൻ സാധിച്ചിട്ടില്ല. ഇത് നമ്മൾ സംഘടനാപരമായി ഉന്നയിക്കുന്ന ഒരവകാശവാദമല്ല. ആർക്കും ചിന്തിച്ചാൽ അറിയാവുന്ന, ആർക്കും അന്വേഷിച്ചാൽ അറിയാവുന്ന ഒരു വസ്തുതയാണ്. അതിൻ്റെ കാരണം, ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മതത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വിധേയമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാമിനെ ഈ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതും പ്രചരിപ്പിച്ചതും പ്രബോധനം ചെയ്തതും. മതപരമായി ഈ സമൂഹത്തിൽ എന്തെങ്കിലും തർക്കങ്ങളോ വിവാദങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടായി വന്നാൽ അവിടെയെല്ലാം യഥാസമയം വിശ്വാസികൾ ഇത്തരം കാര്യങ്ങളിൽ എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് നമ്മുടെ പണ്ഡിത നേതൃത്വം പരസ്യമായി തുറന്നു പറയുകയും വിശദീകരിക്കുകയും ചെയ്തുകൊണ്ട് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വം അവർ ഭംഗിയായി നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ ഈ 1926 രൂപീകരിച്ച് 2025 എത്തി നിൽക്കുന്ന അതിൻ്റെ 100-ാം വാർഷിക ആഘോഷത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിലും ഈ പ്രസ്ഥാനം വിഭാവന ചെയ്യുന്ന ആശയാദർശങ്ങളിൽ ഒരു വ്യത്യാസവും വരുത്താതെ, എന്നാൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് നേതൃപരമായ പങ്കാളിത്തം വഹിക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്, നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന, പരസ്പരം വിദ്വേഷം പ്രചരിപ്പിക്കുന്ന, വർഗീയത പ്രചരിപ്പിക്കുന്ന ഈ വർഗീയ പ്രചാരണത്തെ ഒരു രാഷ്ട്രീയമായ ആയുധമായി കൊണ്ടു നടക്കുന്നൊരു കാലമാണ്.
വർഗീയത എന്ന് പറഞ്ഞാൽ ഇന്ന് മതരംഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും പൊതുവെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിലൊക്കെ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന ഒരപകടകാരിയാണ്. അതുകൊണ്ട് തന്നെ ഈ മതവർഗീയതയെ വലിയ തോതിൽ ഉപയോഗിക്കാൻ, അത് ജനങ്ങൾ തമ്മിലടിച്ചാലും ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദം തകർന്നു പോയാലും ഇവിടെ എന്ത് സാമുദായിക സംഘർഷമുണ്ടായാലും അതുകൊണ്ട് നമുക്കെന്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇത് നമ്മുടെ സമൂഹത്തെ വളരെ അപകടത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മുൻകാലങ്ങളിലൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേട്ടുനിന്നിരുന്ന, അവിടെ മാത്രം പറഞ്ഞു കേട്ടിരുന്ന ചില മുദ്രാവാക്യങ്ങളും ചില ആരോപണ പ്രത്യാരോപണങ്ങളുമൊക്കെ ഏതാനും വർഷങ്ങളായി നമ്മുടെ സമാധാനപരമായി ജീവിക്കുന്ന സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ വലിയ സന്ദേശങ്ങൾ നിരന്തരമായി കൈമാറുന്ന കേരളത്തിൽ പോലും കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും മതവിശ്വാസികളും മതസംഘടനകളും മതപണ്ഡിതന്മാരും മതരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം മതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീവ്രവാദത്തിലേക്കോ വർഗീയതയിലേക്കോ പരസ്പര വിദ്വേഷത്തിലേക്കോ ആ മതത്തെയും മതത്തിൻ്റെ ആശയങ്ങളെയും ദുരുപയോഗം ചെയ്യാൻ അവസരം കൊടുക്കാത്ത വിധം ഭദ്രമായി മത ആശയങ്ങളെ നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ രൂപീകരണ കാലം മുതലേ ഈ സമൂഹത്തിന് മുമ്പിൽ നാം ജീവിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ് എന്ന തിരിച്ചറിവോടുകൂടി തന്നെ എങ്ങനെയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം സമുദായം ജീവിക്കേണ്ടതെന്ന് എഴുതുകയോ പ്രസംഗിക്കുകയോ മാത്രമല്ല, ജീവിച്ച് കാണിച്ചു കൊടുത്ത സംഭവങ്ങളാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഇവിടുത്തെ സഹോദര സമുദായങ്ങൾക്കുൾപ്പെടെ ജീവിതാനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടൊരു കാര്യമാണ് ഇവിടുത്തെ പാരമ്പര്യ മുസ്ലിങ്ങൾ, ഇവിടുത്തെ പരമ്പരാഗതമായ ആചാരാനുഷ്ഠാന ക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന മുസ്ലിം സമുദായം അവരിവിടെ വർഗീയത പ്രചരിപ്പിച്ചിട്ടില്ല, അവരിവിടെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അവരിവിടെ സാമുദായിക സൗഹാർദ്ദത്തിന് ഭംഗം വരുത്തുന്ന ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിട്ടില്ല. 1951 സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചത്. അതിൻ്റെ കീഴിൽ മദ്രസ സംവിധാനം ആരംഭിച്ചു. ഇന്ന് 11,000-ലധികം മദ്രസകൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 10-12 ലക്ഷം വിദ്യാർത്ഥികൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ച് പുറത്തിറങ്ങി. 10,000-കണക്കിന് അധ്യാപകർ ആ മേഖലയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അഥവാ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സംവിധാനമാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. നമ്മുടെ നാട്ടിൽ ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും സംസ്ഥാന തലങ്ങളിലുമൊക്കെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയുള്ള പാഠ്യപദ്ധതിയെക്കുറിച്ച്, പാഠപുസ്തകങ്ങളെക്കുറിച്ച്, പരീക്ഷയെക്കുറിച്ച്, പരീക്ഷയിലെ ചോദ്യപേപ്പറുകളെക്കുറിച്ച് എന്തെല്ലാം ആരോപണങ്ങളും പരാതികളും ബഹളങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഗീയമായ തീവ്രവാദപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്. പക്ഷെ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിന് മതം എന്തെന്ന് പ്രാഥമികമായി പഠിപ്പിച്ചു കൊടുക്കുന്ന, പ്രീ സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി തലം വരെ മദ്രസ സംവിധാനം ഉണ്ടാകുന്ന, നിരവധി അറബിക് കോളേജുകൾക്കും ദർസുകൾക്കും നേതൃത്വം നൽകുന്ന ഒരു സംഘടനാ സംവിധാനം, അവിടെയുള്ള ഏതെങ്കിലും പാഠപുസ്തകത്തിലോ പാഠ്യപദ്ധതിയിലോ ചോദ്യപേപ്പറിലോ അതുമായി ബന്ധപ്പെട്ട കരിക്കുലത്തിൻ്റെ ഏതെങ്കിലും ഒരു തലത്തിൽ ഇവിടുത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ സാമുദായിക സൗഹാർദ്ദത്തിന് ദോഷം വരുത്തുന്ന, പരമത നിന്ന് നടത്തുന്ന, ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ സമാധാനത്തിന് ഭംഗം വരുത്തുന്ന ഒരു പരാമർശമുണ്ടായി എന്ന് ഈ നിമിഷം വരെ ഒരു പരാതിയോ ആരോപണമോ ഉയർന്നു വന്നിട്ടില്ല. ഒരു ബഹുസ്വര സമൂഹത്തിൽ മതം എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്,
ആ മതത്തിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ആ സമുദായത്തിലെ വളർന്നു വരുന്ന കുട്ടികളെ എങ്ങനെയാണ് പരിശീലിപ്പിക്കേണ്ടത്? അത് പറയുക മാത്രമല്ല, പതിറ്റാണ്ടുകളായി സമസ്ത കേരള ജംഇയ്യത്തുൽ മനോഹരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ എത്രയോ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പണ്ഡിതന്മാർ എത്രയോ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ 100 വർഷക്കാല ചരിത്രത്തിനിടയിൽ ആ പ്രസ്ഥാനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ ഒരു പ്രഭാഷണം, നിയമവിരുദ്ധമായ ഒരു രചന, ഈ നാടിൻ്റെ സമാധാനത്തിന്, സാമുദായിക സൗഹാർദ്ദത്തിന് ഭംഗം വരുത്തുന്ന ഇടപെടൽ എന്ന പേരിൽ ശത്രുക്കൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന ബോധത്തോടുകൂടി ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന് എങ്ങനെയാണ് മതം പഠിപ്പിക്കേണ്ടത്, മതം അഭ്യസിക്കേണ്ടത്, അതിനാവശ്യമായ പരിശീലനം നൽകേണ്ടത്, അത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന സ്ത്രീ പുരുഷന്മാർക്കിടയിൽ വരെ മതത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളും സംസ്കരണ പ്രവർത്തനങ്ങളും എങ്ങനെയാണെന്ന് വളരെ സുതാര്യമായി, വളരെ ഫലപ്രദമായി ഈ നാടിൻ്റെ ബഹുസ്വരതയോട് ചേർന്നുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ ദൗത്യം നിർവഹിച്ചത്. ആ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സുസൂക്ഷ്മം ഈ സമുദായത്തെ വിലയിരുത്തുകയും സമൂഹത്തിൻ്റെ ചുറ്റുപാടുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മതത്തിൻ്റെ പ്രബോധന ദൗത്യം നിർവഹിക്കുന്ന ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും അർത്ഥത്തിൽ ആ മതത്തെ വികലമാക്കാൻ ശ്രമിക്കുകയും ആ വികലമാക്കപ്പെട്ട മതപരമായ ആശയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് ഇസ്ലാം എന്ന് മറ്റുള്ളവർക്ക് തെറ്റിദ്ധരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്താൽ യഥാസമയം അവിടെ ഇടപെട്ടുകൊണ്ട് അതിന് ശരിതെറ്റുകൾ ഈ സമുദായത്തെ ബോധ്യപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വം ഈ സംഘടന നിർവഹിച്ചിട്ടുണ്ട്. അത് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അത് സമുദായത്തിൽ അനൈക്യമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അത് സമുദായത്തിനകത്ത് സംഘർഷപരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അതൊരു സങ്കുചിതമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഇടുങ്ങിയ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലല്ല. നേരെ മറിച്ച് പരിശുദ്ധ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല. ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധമായ ഈ മതത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിൻ്റെ ശരിതെറ്റുകൾ യഥാസമയം ഈ സമൂഹത്തോട് തുറന്നു പറയുക എന്ന പണ്ഡിത ദൗത്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 1926 മുതൽ ഈ നിമിഷം വരെ സമസ്തയുടെ ചരിത്രം പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും, ഇടയ്ക്കിടെ സമസ്തയുടെ പണ്ഡിതന്മാർ വിവിധ പ്രസ്ഥാനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, വിവിധ ആശയ പ്രചാരകരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, വ്യക്തികളാണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലും വ്യാജ സിദ്ധന്മാരാണെങ്കിലും വ്യാജ ത്വരീഖത്തുകളാണെങ്കിലും ഒക്കെ അവരൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടയ്ക്കിടെ സമസ്ത പറഞ്ഞിട്ടുണ്ടാകും, ഇവർ ശരിയല്ല, അവർ പിഴച്ച വിഭാഗമാണ്, സമുദായം അവരെ പിന്തുണക്കാൻ പാടില്ല, അവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എന്താണ് ഇടയ്ക്കിടെ സമസ്ത ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്താൻ കാരണം? ഒരുപക്ഷെ അതിൻ്റെ നാൾവഴികൾ മാത്രം പരിശോധിച്ചാൽ ഈ സംഘടനയ്ക്ക് ഇത് മാത്രമേ പണിയുള്ളൂ എന്ന് ചോദിച്ചു പോകും. കാരണം ഇടയ്ക്കിടെ സമസ്ത ഓരോ വ്യക്തികളെക്കുറിച്ചും ആശയത്തെക്കുറിച്ചും ആശയ പ്രചാരകരെ കുറിച്ചുമൊക്കെ അവർ പിഴച്ചവരാണ്, അവരുമായിട്ട് സഹകരിക്കാൻ പാടില്ല, അവരെ പിന്തുണക്കാൻ പാടില്ല, സഹായിക്കാൻ പാടില്ല, മാറ്റി നിർത്തണമെന്ന് ഇടയ്ക്കിടെ പറഞ്ഞിട്ടുണ്ടാകും. ഇതൊക്കെ സങ്കുചിതമായൊരു കാഴ്ചപ്പാടാണ്. ഞങ്ങൾ മാത്രമേ ശരിയുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം പിഴച്ചവരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമമല്ല. നേരെ മറിച്ച് നമുക്കറിയാം, പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പരിശുദ്ധ ഇസ്ലാം പ്രചരിച്ച നാടാണിത്. സ്വഹാബത്തിനാൽ, പ്രവാചകരെ നേരിട്ട് കണ്ട് ഇസ്ലാം എന്തെന്ന് അനുഭവിച്ച സ്വഹാബത്തിനാൽ ഇസ്ലാം പ്രചരിപ്പിച്ച നാടാണിത്. ആ സ്വഹാബത്തിൽ നിന്ന് നേരിട്ട് ഇസ്ലാമിനെ സ്വീകരിക്കാൻ സൗഭാഗ്യം സിദ്ധിച്ച ഈ നാട്ടിൽ പരമ്പരാഗതമായി ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സുഹൃതങ്ങളും ഒക്കെ വളരെ സത്യസന്ധമായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നൊരു നാട്ടിൽ ദീർഘമായ 13-13.5 നൂറ്റാണ്ടുകാലം കേട്ടുകേൾവിയില്ലാത്ത ആശയങ്ങൾ സമുദായത്തിൻ്റെ മേൽവിലാസത്തിൽ അവതരിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ അതത് കാലത്ത് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ സ്വാഭാവികമായും അതിൻ്റെ ശരിതെറ്റുകൾ ഈ സമുദായത്തോട് തുറന്നു പറയും, വിശദീകരിക്കും. അത് അവരുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വമാണ് നിർവഹിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുള്ള ഏത് ബിദഈ പ്രസ്ഥാനങ്ങളാണെങ്കിലും
മതത്തിന്റെ പ്രമാണങ്ങളെ വികലമായിട്ട് അവതരിപ്പിക്കാൻ രംഗത്ത് വന്ന ആളുകൾ, അവരുടെ പോരായ്മകൾ ഈ പ്രസ്ഥാനം തുറന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, ബിദഈ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നെടുത്തുകൊണ്ട് ഒരു പോസ്റ്റ്മോർട്ടത്തിനൊന്നും വിധേയമാക്കേണ്ട കാലമല്ല ഇത്. മതത്തിന്റെ പ്രമാണങ്ങളെ സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാം എന്നൊരു കീഴ്വഴക്കം മുസ്ലിം ലോകത്ത് ആര് തുടക്കം കുറിച്ചോ അന്നാണ് ഈ ഭിന്നിപ്പുകൾക്ക് തുടക്കമുണ്ടായത്. അതിനെ മുജാഹിദുകളെന്നോ ജമാഅത്ത് ഇസ്ലാമി എന്നോ തബ്ലീഗ് ജമാഅത്ത് എന്നോ മറ്റെന്ത് പേര് വിളിച്ചാലും മതത്തിന്റെ പ്രമാണങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന രീതിശാസ്ത്രം പാരമ്പര്യ പണ്ഡിതന്മാർ ഇവിടെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ലോകത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ആ രീതിശാസ്ത്രം അനുസരിച്ചുകൊണ്ട് മതത്തിന്റെ പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ചവരും അതിനെ അനുധാവനം ചെയ്ത് മുന്നോട്ട് പോകുന്നവരുമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി മതത്തിന്റെ പ്രമാണങ്ങളെ സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാം എന്ന് പറയുന്ന ഒരു തരം മതയുക്തിവാദം നമ്മുടെ നാട്ടിൽ തുടക്കം കുറിച്ചപ്പോഴാണ് അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ഈ സമുദായത്തോട് തുറന്നു പറയാൻ പണ്ഡിതന്മാർ മുന്നോട്ട് വന്നത്. നമ്മൾ പലരും ധരിച്ചു വച്ചിരിക്കുന്ന കാര്യം, ഇവിടെ ഈ ബിദഈ പ്രസ്ഥാനങ്ങളും നമ്മളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം എന്താണ്? വെള്ളിയാഴ്ച ഖുത്ബയുടെ ഭാഷ എന്തായിരിക്കണം? സുബഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതാൻ പാടുണ്ടോ ഇല്ലയോ? നിസ്കരിക്കുന്ന സമയത്ത് കൈ എവിടെ കെട്ടണം? സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടുണ്ടോ ഇല്ലയോ? ഇതൊക്കെയാണ് സാധാരണ കേട്ടിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ. അതിനേക്കാൾ അപ്പുറം നേരത്തെ ഇവിടെ മുസ്തഫ മാഷ് സൂചിപ്പിച്ചു, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസി സമൂഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൂറ്റാണ്ടുകളായി അവരാചരിച്ചനുഷ്ഠിച്ചു വരുന്ന ആചാരാനുഷ്ഠാന ക്രമങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വിശ്വാസി സമൂഹത്തിനെതിരെ ഷിർക്ക് ആരോപിക്കുന്ന, കുഫർ ആരോപിക്കുന്ന, അവരെ മതത്തിൽ നിന്ന് പുറത്താക്കുന്ന അപകടകരമായ കീഴ്വഴക്കത്തിന് തുടക്കം കുറിച്ചു. ഇതൊരു നിസ്സാര കാര്യമാണോ? ലോകത്ത് ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഒരു സംവിധാനമാണ് ഖാദിയാനികൾ. എന്നാൽ അവരൊഴികെ നമ്മുടെ നാട്ടിലുള്ള ബിദഈ പ്രസ്ഥാനങ്ങളുമായി കടന്നു വന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ 100 കൊല്ലത്തിനിടയിൽ അവർ മതത്തിന് പുറത്താണെന്ന് ആരോപണം ഉന്നയിച്ചിട്ടില്ല. അവർക്കത് ഷിർക്കും കുഫറും ആരോപിച്ചിട്ടില്ല. അവർക്ക് ആശയപരമായ വൈകല്യം സംഭവിച്ചിട്ടുണ്ട്. ആ വികല വീക്ഷണങ്ങൾ തിരുത്തി യഥാർത്ഥ ഇസ്ലാമിന്റെ പാതയിലേക്ക് തിരിച്ചു വരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. മതത്തിൽ നിന്ന് പുറത്താക്കുന്ന പരിപാടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ സമസ്ത ഉൾപ്പെടെ പ്രതിനിധാനം ചെയ്യുന്ന ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർക്കെതിരെ ബഹുദൈവ വിശ്വാസം ആരോപിച്ചത്, അവരെ മതത്തിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്രയും അപകടകരമായ വികല വീക്ഷണങ്ങളാണ് ഇവിടെ പ്രചരിപ്പിച്ചത്. എന്നിട്ട് അവർ ഈ സമൂഹത്തിന് മുമ്പിൽ ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിക്കാൻ വന്നു. ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന ആളുകൾ മതത്തിന്റെ പ്രമാണങ്ങളെ സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് വ്യാഖ്യാനിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പിളർന്നു എന്ന് മാത്രമല്ല, നിലവിൽ ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം 8 ഗ്രൂപ്പുകളായിട്ട് തരംതിരിഞ്ഞ് പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സമുദായത്തിൽപ്പെട്ട സംഘടന പിളർന്ന് 8 ഗ്രൂപ്പുകളായിട്ട് അവർ തമ്മിലടിക്കുന്നു എന്നതിൽ സന്തോഷിക്കുന്നവരൊന്നുമല്ല നമ്മൾ. പക്ഷെ നമ്മൾ ആലോചിക്കണം, ഭാരവാഹി തർക്കത്തിന്റെ പേരിലല്ല അവർ പിളർന്നത്, സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലല്ല അവർ പിളർന്നത്, അവരുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അവകാശ തർക്കത്തിന്റെ പേരിലല്ല അവർ പിളർന്നത്. ഈ 8 ഗ്രൂപ്പുകളും പിളർന്ന് പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നത് തൗഹീദിന്റെ അർത്ഥവും വ്യാഖ്യാനവും സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസത്തിലാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും തൗഹീദിന്റെ അർത്ഥവും വ്യാഖ്യാനവും പുതുക്കി നിശ്ചയിക്കുന്ന ഒരു ഗതികേടിലേക്ക് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണല്ലോ മനസ്സിലാക്കേണ്ടത്? വിശ്വാസപരമായി കർമ്മപരമായി മുസ്ലിം സമുദായം ഏതു വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന മാർഗനിർദ്ദേശം നൽകാൻ ധാർമ്മികമായി ഈ വിഭാഗത്തിന് അവകാശമില്ല എന്നല്ലേ സാധാരണക്കാരന് മനസ്സിലാവുന്നത്? അവർ ഇന്ന് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത് തൗഹീദുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ വിഷയത്തിലാണ്. ഈ സമുദായത്തെ മൊത്തം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ യഥാർത്ഥ തൗഹീദിന്റെ ആളുകളല്ല,
ഇവർ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെയെല്ലാം മതത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി രംഗത്ത് വന്ന ആളുകളാണ്. പിൽക്കാലത്ത് പിളർന്ന് 8 ഗ്രൂപ്പുകളായി പരസ്പരം പോരടിച്ച് അവർ തന്നെ പരസ്പരം ഷിർക്കും കുഫറും ആരോപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇതിനെയൊന്നും ഇസ്ലാമിക സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു മതസംഘടനയാണെന്ന് കാണാനോ ഉൾക്കൊള്ളാനോ കേരളീയ സമൂഹത്തിന് കഴിയില്ല. മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, നമ്മുടെ പാരമ്പര്യ പണ്ഡിതന്മാർ പഴയകാലം മുതലേ ഇത്തരം ബിദഅ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ അവരുമായിട്ട് സഹകരിക്കാൻ പാടില്ല, അവരുമായിട്ട് പരിധി വിട്ട സൗഹൃദം പാടില്ല. ഈ ബിദഅ പ്രസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞു. ഈ ബിദഅ പ്രസ്ഥാനങ്ങളുമായിട്ട് അവർ അകറ്റി നിർത്തണം, മാറ്റി നിർത്തണം എന്ന് പറഞ്ഞാൽ അവരെ ഏതെങ്കിലും ഒരു ശത്രുതയുടെ പേരിൽ മാറ്റി നിർത്തുന്നതല്ല. ആശയപരമായ അപകടകരമായ വൈകല്യങ്ങൾ സംഭവിച്ചവരാണ്. അവരുമായി ഇടകലർന്ന് മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വാസി സമൂഹത്തിൽ വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. അപ്പൊ നമ്മളെപ്പോലുള്ള സാധാരണക്കാരോട് ഒരു മുന്നറിയിപ്പെന്ന നിലയിൽ നമ്മുടെ സമസ്തയുടെ പണ്ഡിതന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, ബിദഅ പ്രസ്ഥാനങ്ങളുമായിട്ട് നിങ്ങൾ അകന്നു നിൽക്കണം, അവരുമായിട്ട് പരിധി വിട്ട ചങ്ങാത്തം വേണ്ട. ഇത് പറഞ്ഞപ്പോൾ പല ആളുകളും ഇതൊക്കെ മുസ്ലിം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ശ്രമങ്ങളാണ്, മുസ്ലിം സമുദായത്തിൽ അനൈക്യമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ്. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനത്തിന്റെ ദീർഘവീക്ഷണം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ബോധ്യമായി. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ലോകത്തുടനീളം ഇസ്ലാമിൻ്റെ പേരിൽ അബൂബക്കർ ബഗ്ദാദിയുടെ ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രത്യക്ഷപ്പെട്ടു. വലിയ ഭീകര സംഘടനകൾ, ഭീകരാക്രമണങ്ങൾ നടക്കുന്നു, പലയിടങ്ങളിൽ സ്ഫോടനങ്ങൾ നടക്കുന്നു, ഒരുപാട് നിരപരാധികൾ കൊല ചെയ്യപ്പെടുന്ന, സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഈ സ്ഫോടനത്തിൻ്റെ ഒക്കെ പിന്നിൽ ആരാണ്? ISIS ആണെന്ന് പറയുന്നു. അവർ തന്നെ അവകാശവാദം ഉന്നയിക്കുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനെന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടൊരു സംഘടന ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രദേശത്തല്ല, ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള അക്രമ പരമ്പരകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ലോകത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, നൂറുകണക്കിന് പണ്ഡിതന്മാർ ഒരുമിച്ച് ഒപ്പുവെച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ISISുമായിട്ട് ഇസ്ലാമിന് ബന്ധമില്ല, അതിന് ഇസ്ലാമുമായി ബന്ധമില്ല, അത് ഇസ്ലാമിക സംഘടനയാണെന്ന് ആരും ധരിച്ചു പോകരുത്, അത് ഇസ്ലാമികമായ സംഘടനയല്ല, മുസ്ലിം സമുദായത്തിനോ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിനോ അതിന് ബന്ധവുമില്ല എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞു. നൂറുകണക്കിന് പണ്ഡിതന്മാരാണ്, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള നൂറുകണക്കിന് പാരമ്പര്യ പണ്ഡിതന്മാരാണ് IS ഇസ്ലാമല്ല എന്ന് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു. തീർന്നില്ല, ലോകത്തുള്ള വിവിധ സാമൂഹ്യ നിരീക്ഷകന്മാർ, ചരിത്ര വിദ്യാർത്ഥികൾ, മാധ്യമ പ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ, ഇവരെല്ലാം ലോകത്തുടനീളം ഈ സ്ഫോടന പരമ്പരകൾക്ക് നേതൃത്വം നൽകുന്ന, ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഈ സംഘടനയെക്കുറിച്ചും അതിൻ്റെ ആശയപരമായ സ്രോതസ്സിനെ കുറിച്ചും അന്വേഷിച്ചു പഠിച്ചു. എല്ലാവരും ഏകകണ്ഠമായി പറഞ്ഞ ഒരേ ഒരു ഉത്തരം, ISIS എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനത്തിന് ആശയപരമായ പ്രചോദനം നൽകിയത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വഹാബിസം കൊണ്ടാണ് എന്ന് ഇവിടെ പറഞ്ഞു. സമസ്തയല്ല പറഞ്ഞത്, സമസ്ത പ്രഖ്യാപിച്ചതല്ല, കേരളത്തിലേതെങ്കിലും മുസ്ലിം സംഘടന പറഞ്ഞതല്ല. ലോകത്ത് ISISുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ച മുസ്ലിങ്ങൾക്കിടയിലും അമുസ്ലിങ്ങൾക്കിടയിലും ചരിത്ര പണ്ഡിതന്മാർക്കിടയിലും സാമൂഹ്യ നിരീക്ഷകന്മാർക്കിടയിലും മാധ്യമ പ്രവർത്തകർക്കുമിടയിൽ വ്യാപകമായ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഒടുവിൽ ഒരേ ഒരു ഉത്തരമാണ് കണ്ടെത്തിയത്, ISIS എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്, അവർക്ക് ആശയപരമായ പ്രചോദനം ലഭിച്ചത് വഹാബിസത്തിൽ നിന്നാണെന്ന്. ഞാനത് ചോദിക്കട്ടെ, കേരളത്തിലെ ഏതെങ്കിലും ബിദഅ പ്രസ്ഥാനങ്ങൾക്ക് വഹാബിസത്തെ തള്ളിപ്പറയാൻ കഴിയുമോ? മുജാഹിദ് സംഘടനകളല്ല, കേരളത്തിലെ മുജാഹിദിലെ 8 ഗ്രൂപ്പുകളുണ്ടെന്ന് പറഞ്ഞു. ഈ 8 ഗ്രൂപ്പുകളും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ തള്ളിപ്പറയുമോ? ജമാഅത്തെ ഇസ്ലാമി മുഹമ്മദ് അബ്ദുൽ വഹാബിനെ തള്ളിപ്പറയുമോ? തബ്ലീഗ് ജമാഅത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ തള്ളിപ്പറയുമോ? ഈ ബിദഅ ആശയധാരയിലുള്ള ഒരാൾക്കും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ തള്ളിപ്പറയാൻ കഴിയില്ല. ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിന്റെ വഹാബിസം ലോകത്തുണ്ടാക്കിയിട്ടുള്ള അപകടകരമായ ഇസ്ലാമിക സമൂഹത്തെ മറ്റുള്ളവർക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ അവസരം സൃഷ്ടിക്കുന്ന ഈ അപകടങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്
നേരത്തെ ഇവിടുത്തെ പാരമ്പര്യ പണ്ഡിതന്മാർ, കേരളത്തിലെ സുന്നി ഉലമാക്കൾ പറഞ്ഞു, വഹാബിസവുമായി മുസ്ലിം സമുദായം ബന്ധപ്പെടാൻ പാടില്ല. ആ വഹാബിസത്തെ പിന്തുണക്കുന്ന ബിദഈ പ്രസ്ഥാനങ്ങളുമായി മുസ്ലിം സമുദായം ബന്ധപ്പെടാൻ പാടില്ല. കാരണം സമസ്തയുടെ ഉണ്ടാക്കിയ കാഴ്ചപ്പാട് എന്താണ്? സ്ഫോടനങ്ങളുടെ കാഴ്ചപ്പാടല്ല, അക്രമങ്ങളുടെ കാഴ്ചപ്പാടല്ല, ഭീകരപ്രവർത്തനങ്ങളുടെ കാഴ്ചപ്പാടല്ല. നേരെ മറിച്ച് സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളെ ചേർത്ത് പിടിക്കുന്ന ബഹുസ്വരതയിൽ ഊന്നിക്കൊണ്ടുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്കാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എല്ലാ കാലത്തും മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ ഭീകര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ പോലും വലിയ അപകടകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ISIS-ലേക്ക് കേരളത്തിൽ നിന്ന് ഇവിടുന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ലേ? സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ചുകൊണ്ട് 253 പേരാണ് കുടുംബസമേതം ഇവിടെ നിന്ന് ഹിജറ പോയത്. തീവ്ര ഇസ്ലാമിക ആശയം സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. എന്താണ് തീവ്ര ഇസ്ലാമിക ആശയം? അവരിവിടെ പ്രചരിപ്പിച്ചു, നമ്മൾ ജീവിക്കുന്നത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ ജീവിക്കുന്ന ഒരു ബഹുസ്വര നാട്ടിലാണ്. ഇങ്ങനെയുള്ള നാട്ടിൽ ഒരാൾക്ക് യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാനും മരിക്കാനും കഴിയില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരാണോ പ്രചരിപ്പിച്ചത്? ഏതെങ്കിലും സുന്നി ഉലമാക്കളാണോ പ്രചരിപ്പിച്ചത്? ഇവിടുത്തെ സലഫി ആശയ പ്രഭാഷകരായിട്ടുള്ള ആളുകൾ പ്രചരിപ്പിച്ചു, ഈ നാട്ടിൽ ഒരാൾക്ക് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇവിടുന്ന് ഹിജറ പോകണം. ഹിജറ പോയില്ലേ പല ആളുകളും? ഹിജറ പോയില്ലേ? ഈ രാജ്യത്തിന്റെ ബഹുസ്വരത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന പരമ്പരാഗത മുസ്ലിം സമൂഹം നിലനിൽക്കുമ്പോഴാണ് ആ നാട്ടിൽ മതത്തിന്റെ പേരിൽ ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നു, ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിം ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ അറിയേണ്ടത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം സമൂഹം എങ്ങനെ ജീവിക്കണമെന്ന് ഈ സമുദായത്തെ മനോഹരമായി പഠിപ്പിച്ചിട്ടുണ്ട്. 40 വർഷം മുമ്പാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60ാം വാർഷിക മഹാസമ്മേളനം കോഴിക്കോട്ട് നടക്കുന്നു. ആ 60ാം വാർഷിക മഹാസമ്മേളനത്തിലെ പ്രഭാഷണം നിർവഹിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സറഹുൽ അസീസ്. ശംസുൽ ഉലമയുടെ അന്നത്തെ പ്രഭാഷണം ഒരുപക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മാനിഫെസ്റ്റോ എന്ന് വേണമെങ്കിൽ പറയാം. ആ പ്രഭാഷണം മാത്രം പിൽക്കാലത്ത് പുസ്തകമായി പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ആ പ്രഭാഷണത്തിൽ സമസ്തയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി മഹാനായ ശംസുൽ ഉലമ പറഞ്ഞു, ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ട് പറഞ്ഞു, കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണം. കേരളത്തിൽ സമുദായ സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണം. കേരളത്തിൽ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കണമെങ്കിൽ സമസ്ത നിലനിൽക്കണമെന്നല്ല പറഞ്ഞത്. കേരളത്തിൽ പരിശുദ്ധ ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ സമസ്ത നിലനിൽക്കണമെന്നല്ല പറഞ്ഞത്. കേരളത്തിൽ സമുദായ സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണം. അതിനുശേഷം ശംസുൽ ഉലമ പറഞ്ഞു, ശബരിമലയിലെ വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ. ശബരിമലയിലെ വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ. നമുക്കറിയാം, ഇപ്പോൾ ശബരിമല തീർത്ഥാടനത്തിന്റെ കാലമാണ്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ശബരിമലയെ ലക്ഷ്യമാക്കി തീർത്ഥാടനം നടത്തുന്ന സമയമാണ്. ആ ശബരിമലയിൽ തീർത്ഥാടനം നടത്തുന്ന അയ്യപ്പ സ്വാമിമാർ അവരവിടെ പോയി അവരുടെ ആചാര അനുഷ്ഠാന ക്രമങ്ങൾ പൂർത്തീകരിച്ചു വരണമെങ്കിൽ അയ്യപ്പന്റെ സന്തത സഹചാരി വിശ്വസ്ത സുഹൃത്തുമായിരുന്ന വാവർ സ്വാമി എന്ന് പേരിൽ അറിയപ്പെടുന്ന വാവർ എന്ന് പറയുന്ന മുസ്ലിമായ ആ മനുഷ്യന്റെ ശംസുൽ ഉലമയുടെ ഭാഷയിൽ പറഞ്ഞാൽ വലിയായ ആ വാവരുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയെ പ്രദക്ഷിണം ചെയ്താൽ മാത്രമേ ഒരു ശബരിമലയിൽ തീർത്ഥാടനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തന്റെ തീർത്ഥാടനം ആചാരം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. വാവരുടെ പള്ളി അവിടെയുണ്ട്. ആ വാവരുടെ പള്ളിക്ക് പ്രദക്ഷിണം ചെയ്താൽ മാത്രമേ ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന ഹിന്ദു സഹോദരന്റെ ആചാരം പൂർത്തിയാക്കുകയുള്ളൂ. ശബരിമല തന്ത്രി കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഇന്നും പറയും ഈ വാവരുടെ പള്ളിക്കകത്തോ പരിസരത്തോ ലക്ഷക്കണക്കിന് ആളുകൾ തീർത്ഥാടനത്തിന് വരുന്ന
അയ്യപ്പ ഭക്തന്മാർ വരുന്ന സ്ഥലമായിട്ടും പള്ളിക്ക് പ്രദക്ഷിണം നടത്തുന്ന പ്രദേശമായിട്ട് പോലും ആ പള്ളിക്കകത്തോ അതിൻ്റെ പരിസരത്തോ ശബരിമലയിൽ അയ്യപ്പന്റെ പ്രതിമയോ പ്രതിഷ്ഠയോ സ്ഥാപിച്ചിട്ടില്ല. അതിൻ്റെ കാരണം വാവർ ഏകദൈവ വിശ്വാസിയായിരുന്നു. വാവർ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നയാളാണ്. വാവറുടെ വിശ്വാസപ്രകാരം പ്രതിമയെ അംഗീകരിക്കാൻ കഴിയില്ല, ബിംബത്തെ അംഗീകരിക്കാൻ കഴിയില്ല. വാവർ എന്ന് പറയുന്ന ഏകദൈവ വിശ്വാസിയുടെ ബഹുമാന സൂചകമായിട്ട് വാവറുടെ പള്ളിക്കകത്തോ പരിസരത്തോ ശബരിമല തന്ത്രി കുടുംബം പറയുന്നു അവിടെ അത്തരമൊരു പ്രതിമയോ പ്രതിഷ്ഠയോ സ്ഥാപിച്ചിട്ടില്ല. അത് വാവറുടെ വിശ്വാസത്തെ ബഹുമാനിച്ചുകൊണ്ടാണ്, ആ വാവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമസ്തയുടെ 60ാം വാർഷിക മഹാസമ്മേളനത്തിൽ മഹാനായ ശംസുൽ ഉലമ പറഞ്ഞത് വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ. ആ വാവറും അയ്യപ്പനും തമ്മിലുള്ള ആത്മബന്ധത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദത്തിന്റെ മനോഹരമായ ഉദാഹരണം ലോകത്തോട് വിളിച്ചു പറഞ്ഞ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. വാവർ വലിയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുമോ? വാവർ വലിയാണെന്ന് മുജാഹിദ് സംഘടനകൾ അംഗീകരിക്കുമോ? വാവർ വലിയാണെന്ന് തബ്ലീഗ് ജമാഅത്ത് അംഗീകരിക്കുമോ? വാവർ വലിയാണെന്ന് ഇവിടുത്തെ ഏതെങ്കിലും പരിഷ്കരണവാദികൾ അംഗീകരിക്കുമോ? അവിടെയാണ് സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഈ ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതെന്ന് പഠിപ്പിച്ച ഒരേ ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന് 100 വർഷക്കാലത്തിനിടയിൽ ഒരു വർഗീയമായ ആരോപണം ഉയർന്നു വന്നിട്ടില്ല, ഒരു തീവ്രവാദത്തിന്റെ ആരോപണം ഉയർന്നു വന്നിട്ടില്ല, ഭീകരപ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ആരോപണം ഉയർന്നു വന്നിട്ടില്ല, നിയമം കയ്യിലെടുക്കുന്നു എന്ന ആരോപണം ഉയർന്നു വന്നിട്ടില്ല. ഈ നാടിന്റെ നിയമത്തിനും ഭരണഘടനയ്ക്കും അനുസൃതമായി നിലനിന്നുകൊണ്ട് ഈ നാടിന്റെ സമാധാനത്തിനും ഭംഗം വരാത്ത രീതിയിൽ എങ്ങനെയാണ് മാന്യമായി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കേണ്ടതെന്ന് ജീവിച്ചു കാണിച്ചു കൊടുത്തവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മതവിദ്യാഭ്യാസത്തിന്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസ പ്രസ്ഥാനത്തിന്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ സമൂഹത്തിൽ നല്ല രീതിയിലുള്ള സ്വീകാര്യതയും അംഗീകാരവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമൂഹത്തിൽ വർഗീയതയും തീവ്രവാദവും ഉണ്ടാക്കുന്ന ഏത് പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും അവിടെയെല്ലാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ യഥാസമയം ഇടപെട്ടുകൊണ്ട് കൃത്യമായ അതിന് സമീപനം ഈ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വർഗീയമായ പ്രവർത്തനങ്ങൾ, തീവ്രവാദപരമായ പ്രവർത്തനങ്ങൾ, അത്തരം ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും പ്രചരിപ്പിക്കാൻ വന്നാൽ അത് ശരിയല്ല, അത് മതവിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ പാരമ്പര്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ളത്. അങ്ങനെ യഥാർത്ഥ ഇസ്ലാമിനെ മനോഹരമായി ഈ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു, പ്രചരിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസ പദ്ധതികൾക്കും നമ്മുടെ സമൂഹത്തിൽ ഈ അർത്ഥത്തിലുള്ള വലിയ അംഗീകാരവും സ്വീകാര്യതയും ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരുപക്ഷെ കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ നാമമാത്രമായ സാന്നിധ്യമുണ്ട് എന്നൊക്കെ പറയാം. പക്ഷേ ഇതിന്ന് മതപരമായ കാര്യം വരുന്ന സമയത്ത്, മതപരമായ വിജ്ഞാനത്തിൻ്റെ വിഷയം വരുന്ന സമയത്ത് ആ കേരള മോഡലാണ് സ്വീകരിക്കപ്പെടേണ്ടത് എന്ന് ചിന്തിക്കുന്നവരാണ് അന്തർദേശീയ തലത്തിലുള്ള മുസ്ലിം സമൂഹം എന്ന് കണ്ടെത്താൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 11,000-ലധികം മദ്രസകളാണ് ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ളത്. 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 വർഷം മുമ്പ് സമസ്ത ഇ ലേണിംഗ് എന്ന പേരിൽ ഒരു ഓൺലൈൻ മദ്രസക്ക് തുടക്കം കുറിച്ചു. ആ ഓൺലൈൻ മദ്രസകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അംഗീകാരമുള്ള നിലവിൽ മദ്രസകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് സമസ്തയുടെ ഓൺലൈൻ മദ്രസകൾ, ഇ ലേണിംഗ് മദ്രസകൾക്ക് അഫിലിയേഷൻ കിട്ടില്ല. സമസ്തയുടെ മദ്രസകളിലേക്ക് നേരിട്ട് പോയി പഠിക്കാൻ അവസരമില്ലാത്ത അത്തരം പ്രദേശങ്ങളിലുള്ള ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളാണെങ്കിലും മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും ഉൾപ്പെടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവന ചെയ്യുന്ന ആ മദ്രസ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനത്തിന് തുടക്കം കുറിച്ചു. 2 വർഷം മുമ്പാണ് സമസ്തയുടെ ഇ ലേണിംഗ് മദ്രസ തുടക്കം കുറിച്ചത്. 2 വർഷം കഴിഞ്ഞ് നമ്മൾ ഈ 100ാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ സമസ്തയുടെ ഇ ലേണിംഗ് മദ്രസ എന്ന് പറയുന്ന ആ മദ്രസ സംവിധാനത്തെ അവലംബമാക്കിക്കൊണ്ട് ലോകത്തെ 30 രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികളാണ് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ 30 രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾ, അവർ മലയാളികളല്ല, ഇന്ത്യക്കാർ പോലുമല്ല, ഈ ജീവിതത്തിൽ ഇന്ത്യ അവർ സന്ദർശിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഒന്നറിയാം, മതത്തെ അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന്,
ആശയപരമായ വികലവീക്ഷണങ്ങളൊന്നുമില്ലാതെ സംശുദ്ധമായ രീതിയിൽ മതമറിയാനും പഠിക്കാനും പഠിപ്പിക്കാനും തർബിയത്ത് ലഭ്യമാകാനും കേരളത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന ഒരു മാതൃകാ സംവിധാനമുണ്ട്. ആ മാതൃകാ സംവിധാനത്തെ അവലംബമാക്കിയാൽ യഥാവിധി മതത്തെ അറിയാനും പഠിക്കാനും സാധിക്കുമെന്ന തിരിച്ചറിവാണ് ഇന്ന് ലോകത്തുള്ള 30 രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾ സമസ്തയുടെ ഇ ലേണിംഗ് മദ്രസയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ അവലംബിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, മതത്തെ ഈ സമൂഹത്തിന് മുമ്പിൽ വികലമായി ചിത്രീകരിക്കുന്ന ആളുകളെ തിരിച്ചറിയുകയും അവരെ മാറ്റി നിർത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ഛിദ്രതയിലേക്ക്, സമൂഹത്തിൽ വലിയ തോതിലുള്ള അരക്ഷിതാവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. ഈ രീതിയിൽ ഇസ്ലാമിനെ വികലമായി ചിത്രീകരിക്കാൻ രംഗത്ത് വന്ന ഏത് പ്രസ്ഥാനങ്ങളുണ്ടോ ആ പ്രസ്ഥാനങ്ങളെല്ലാം യഥാസമയം എതിർക്കാനും വിമർശിക്കാനും അതിൻ്റെ പോരായ്മകളും പൊള്ളത്തരങ്ങളും ഈ സമൂഹത്തിന് മുമ്പിൽ കൃത്യമായിട്ട് വിശദീകരിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ആർജവം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അത്തരത്തിലുള്ള വികല വീക്ഷണങ്ങൾ ഇവിടെ പ്രചരിക്കുന്നതിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമുദായത്തിനകത്ത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ആചാരപരമായ അനുഷ്ഠാനപരമായ കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസം മാത്രമല്ല, ആചാരപരമായ അനുഷ്ഠാനപരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് നമ്മളും ഈ ബിദഈ പ്രസ്ഥാനങ്ങളും തമ്മിലുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സമുദായത്തിനകത്തുള്ള ഒരു ആഭ്യന്തര തർക്കം മാത്രമായിട്ട് നിലനിൽക്കുമായിരുന്നു. എന്നാൽ അതല്ല പ്രശ്നം. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാടിനെ നിരാകരിക്കുന്ന, ഈ നാടിൻ്റെ ബഹുസ്വരതയെ നിരാകരിക്കുന്ന അപകടകരമായ ആശയങ്ങളാണ് ഇവരിൽ പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ട ആദരണീയനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ഉസ്താദ് ഉമർ ഫൈസി വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടി പൂർത്തീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. സംഘാടക സമിതിക്ക് വേണ്ടി ഉസ്താദിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ബിദഈ പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മുസ്ലിം സമുദായത്തിനകത്തുള്ള ആചാരപരമായ അനുഷ്ഠാനപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനെ നിസ്സാരവൽക്കരിക്കുന്നതല്ല. പക്ഷേ അത് സമുദായത്തിനകത്ത് മാത്രമുള്ള പ്രശ്നമായിരുന്നു. അത് അവർ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നമാണ്. അത് അവർ പള്ളിയിലുണ്ടായിട്ടുള്ള എന്തോ തർക്കവിതർക്കങ്ങളാണ്. അത് അവർ തമ്മിലുള്ള ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് എന്ന് പറഞ്ഞ് ചെറുതാക്കാമായിരുന്നു. പക്ഷേ ഈ ബിദഈ പ്രസ്ഥാനങ്ങളെല്ലാം പൊതുസമൂഹത്തിന് മുമ്പിൽ, ഇവിടുത്തെ മറ്റു സഹോദര സമുദായങ്ങൾക്ക് മുമ്പിൽ, ഇവിടുത്തെ ഭരണകൂടത്തിന് മുമ്പിൽ, ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ ഈ സമുദായത്തിൻ്റെ വിശ്വാസത്തെയും ആദർശത്തെയും വികലമാക്കാൻ ശ്രമിക്കുന്നവരാണ്. ഈ വികല വീക്ഷണങ്ങൾ ഇവിടെ വെച്ച് പുലർത്തുമ്പോൾ സ്വാഭാവികമായും അത് വികല വീക്ഷണമാണെന്ന് സമൂഹത്തോട് തുറന്നു പറഞ്ഞ് ഇതും ഇസ്ലാമും തമ്മിൽ ബന്ധമില്ല, അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതാണ് ഇസ്ലാം എന്ന് ആരും തെറ്റിദ്ധരിക്കരുതെന്ന് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഇവരെല്ലാം ഈ അപകടകരമായ ആശയത്തെ അംഗീകരിക്കുന്നവരും ഉൾക്കൊള്ളുന്നവരും പിന്തുണക്കുന്നവരുമാണെന്ന് ഇവിടുത്തെ സാമാന്യ ജനസമൂഹം മനസ്സിലാക്കില്ലേ? അത് മുസ്ലിം സമുദായത്തെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമാകും. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഇവിടെ തുടക്കം കുറിച്ച കാലത്ത് തന്നെ യഥാസമയം വളരെ കൃത്യമായി സമസ്ത കേരള ജംഇയ്യത്തുലും അതിനെ പ്രതിരോധിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ പല ആളുകൾക്കും ഇപ്പോഴാണ് അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിക്കപ്പെട്ടത് 1942-ലാണ്. 1944 ആയപ്പോഴേക്ക് അത് നമ്മുടെ കേരളീയ സമൂഹത്തിൽ അത് സ്വാധീനം ചെലുത്താൻ തുടങ്ങി. 1950-ൽ അതിന് കേരളത്തിൽ തുടക്കം കുറിച്ച വളാഞ്ചേരി കേന്ദ്രീകരിച്ചുകൊണ്ട് എടയൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുലും 1950-ൽ സമസ്തയുടെ 18ാം സമ്മേളനം എന്ന് വിളിക്കപ്പെടാവുന്ന ആ ചരിത്ര പ്രസിദ്ധമായ സമ്മേളനത്തിൽ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാനായ ഷംസുല്ലമയുടെ സാന്നിധ്യത്തിൽ, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ സാന്നിധ്യത്തിൽ, മഹാനായ അബ്ദുൽ ബാരി മുസ്തയുടെ സാന്നിധ്യത്തിൽ ഇവരെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് കേരളീയ മുസ്ലിം സമൂഹത്തോട് ഇത് അപകടകരമായ പ്രസ്ഥാനമാണ്, മുസ്ലിം സമുദായം അവരെ പിൻപറ്റരുത് എന്ന് പറഞ്ഞത്. അതേതെങ്കിലും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സമസ്ത പ്രഖ്യാപിച്ചതല്ല, 1950-ൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50-ൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അപകടകരമാണ്,
അത് മുസ്ലിം സമുദായം സ്വീകരിക്കാൻ പാടില്ല. അത് സമുദായത്തെ മറ്റുള്ളവർക്കിടയിൽ പോലും തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന, ഇസ്ലാമിനെ മറ്റുള്ളവർക്കിടയിൽ മോശമായി ചിത്രീകരിക്കാൻ കാരണമാകുന്ന അപകടകരമായ ആശയമാണ് അവർ പ്രതിനിധീകരിക്കുന്നതെന്ന് 1950 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ 18ാം സമ്മേളനം നടത്തിയിട്ട് പരസ്യമായി മുസ്ലിം ബഹുജനങ്ങളോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കാലത്ത് ജമാഅത്തെ ഇസ്ലാമി തുടക്കം കുറിച്ച ആ കാലത്ത് അവിടെ ആശയം എന്തായിരുന്നു? തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പാടില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, സർക്കാർ ജോലി സ്വീകരിക്കാൻ പാടില്ല, സർക്കാർ കലാലയങ്ങൾ മക്കളെ പഠിപ്പിക്കാൻ പാടില്ല, ഒരു കോടതിയിൽ ഹർജി കൊടുക്കാൻ പാടില്ല, ഒരു ജനാധിപത്യ സർക്കാരിന് അംഗീകരിക്കാൻ പാടില്ല. എന്താ കാരണം? അത് മോശമായതുകൊണ്ടാണ് എന്നല്ല പറഞ്ഞത്, അത് മോശമായതുകൊണ്ടാണ്, അതുകൊണ്ട് നിങ്ങൾ അതിനൊന്നും പോകണ്ട എന്നല്ല സമുദായത്തോട് പറഞ്ഞത്. അത് ഷിർക്കാണ്, മതവിധിയാണ് പറഞ്ഞത്. ഈ രാജ്യത്തൊരു ജനാധിപത്യ സർക്കാർ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന സർക്കാർ അത് താഗൂത്തിന്റെ ഭരണകൂടമാണ്, പൈശാചിക ഭരണകൂടമാണ്. ആ ഭരണകൂടത്തെ അംഗീകരിക്കൽ ഷിർക്കാണെന്ന മതവിധിയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ചത്. മതത്തിലില്ലാത്ത, ഇസ്ലാമിക ശരീഅത്തിലില്ലാത്ത, ഒരു ബഹുസ്വര സമൂഹത്തിൽ പറയാൻ പാടില്ലാത്ത അപകടകരമായ, നിയമവിരുദ്ധമായ, മതവിരുദ്ധമായ ഈ ആശയം ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വന്നപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞു, അന്നവർ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പാടില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, അധികാരത്തിൽ വരുന്ന ഗവൺമെന്റിനെ അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന കാലത്ത് സമസ്തയുടെ സമുന്നതനായ നേതാവായിരുന്ന വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി മതത്തിന്റെ കുപ്പായം അണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്. നിങ്ങൾ ആലോചിക്കണം, അന്ന് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടില്ല, വോട്ട് ചെയ്യാൻ സമ്മതം കൊടുത്തിട്ടില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സമ്മതമില്ല. ആ കാലത്ത് ദീർഘവീക്ഷണത്തോടുകൂടി സമസ്തയുടെ പണ്ഡിതന്മാർ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി മതത്തിന്റെ കുപ്പായം അണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്. അത് കാണാനും കേൾക്കാനും ഇന്ന് വാണിയമ്പലം ഉസ്താദില്ല. പക്ഷേ പിന്മുറക്കാർ ഇപ്പോൾ കേൾക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തണം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, അധികാരത്തിൽ വരണം എന്ന് പറയാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ഒക്കെ മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, 950 മുതൽ ഈ പ്രസ്ഥാനം സമുദായത്തിന് അപകടം വരുത്തി വെക്കും, സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കും, സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കും, ഇസ്ലാമിനെ മറ്റുള്ള സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. കാരണം എന്താണ്? ഒരു വ്യവസ്ഥാപിതമായ ഭരണകൂടത്തെ അംഗീകരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ, ജനാധിപത്യ സംവിധാനത്തെ അനുസരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ, സർക്കാർ സംവിധാനത്തെ അനുസരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. എന്നിട്ട് ആ മുസ്ലിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമാകുന്ന അപകടകരമായ ആശയങ്ങൾ അവരോട് പ്രചരിപ്പിച്ചു. എന്നിട്ട് പിൽക്കാലത്ത് എന്താ സംഭവിച്ചത്? ആ പറഞ്ഞതെല്ലാം മാറ്റി പറഞ്ഞു. ഇന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന തലത്തിലുള്ള ഏറ്റവും തലമുതിർന്ന, ഇന്നും ജീവിച്ചിരിക്കുന്ന നേതാവാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. അദ്ദേഹം ഒരു സർക്കാർ സ്കൂളിൽ അധ്യാപകനായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചു, സർക്കാർ സ്കൂളിലെ ശമ്പളം വാങ്ങാൻ പാടില്ല, ആ ശമ്പളം കൊണ്ടൊക്കെ മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ അത് ഹറാമിൻ്റെ ഭക്ഷണമാണ്, സർക്കാർ ജോലി രാജിവെക്കണമെന്ന് പറഞ്ഞു. ആ സർക്കാർ ജോലി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഷിർക്കാണല്ലോ എന്ന് സംഘടന തീരുമാനിച്ചപ്പോൾ ഈ പാമ രാജിവെച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ ഷിർക്ക് തൗഹീദിൻ്റെ പട്ടിയിലേക്ക് മാറ്റി എഴുതി. ജോലി തിരിച്ചു കിട്ടുമോ? പിന്നെ അവസാനം പ്രബോധന ശമ്പളം കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ എത്ര പാവങ്ങളുടെ സർക്കാർ ജോലി നഷ്ടപ്പെടുത്തി. ഇങ്ങനെ ഒരു സമൂഹത്തിൽ പറയാൻ പാടില്ലാത്ത വികലമായ, അവിവേകപരമായിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിച്ചു. എന്നിട്ട് അതിലൊക്കെ വലിയ നയവ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ഇടയ്ക്കിടെ പത്രസമ്മേളനം നടത്തി പറയും, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ അബൂലാല മൗദൂദിയാണ്, പക്ഷേ മൗദൂദിയുടെ എല്ലാ ആശയങ്ങളെയും ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. സ്ഥാപക നേതാവിനെ പോലും തള്ളിപ്പറയേണ്ട അവസ്ഥയിലേക്ക് ഒരു പ്രസ്ഥാനം എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപക നേതാവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ തോതിൽ ആശയപാപ്പരത്വത്തിലേക്ക് എത്തി എന്നല്ലേ അതിലൂടെ മനസ്സിലാക്കേണ്ടത്? ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ഇത്തരം പ്രസ്ഥാനങ്ങൾ ഈ സമൂഹത്തിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണ്?
അതിനെ നിസ്സാരമായി കണ്ടുകൂടാ. ഇത്തരത്തിലുള്ള ബിദഈ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ ഇന്ന് സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണ്? മുസ്ലിം സമൂഹത്തിന് ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ഭീഷണികൾ ഭരണകൂട ഭീകരതയുടെയും അല്ലാതെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്ത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ രൂപീകരിച്ചുകൊണ്ട് ഇസ്ലാം ഭീതി വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ കടന്നു വന്നാൽ എല്ലാം ഇസ്ലാമോഫോബിയയുടെ പരിധിയിൽപ്പെടുത്തിയിട്ട് മുസ്ലിം സമുദായത്തെ വീണ്ടും വൈകാരികമായിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്ന, ഇവിടുത്തെ സഹോദര സമുദായങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നിർവഹിക്കപ്പെടേണ്ട പല ദൗത്യങ്ങളെയും ഇങ്ങനെ സാമുദായികവൽക്കരിച്ചുകൊണ്ട് അപകടകരമായ തലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വൈകാരികമായ തലം ഈ സമൂഹത്തിൽ രൂപീകരിക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഒരു ബഹുസ്വര സമൂഹത്തിൽ യോജിച്ച സംഗതിയല്ല. ഏറ്റവും ഒടുവിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെന്റിൽ വഖഫ് ഭേദ നിയമം പാസ്സാക്കപ്പെട്ടു. ആ വഖഫ് ഭേദ നിയമത്തിലൂടെ നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടാൻ കാരണമാകുന്ന, നഷ്ടപ്പെടുന്ന വലിയ അപകടകരമായ നിയമമാണ് പാർലമെന്റിൽ പാസ്സാക്കിയത്. ആ വഖഫ് ഭേദ നിയമത്തിനെതിരെ പാർലമെന്റിൽ ആരൊക്കെയാണ് ശബ്ദമുയർത്തിയത്? മുസ്ലിം MP-മാർ മാത്രമാണോ? മുസ്ലിം MP-മാർ മാത്രമല്ലോ, ഇതൊരു സംഘപരിവാർ അജണ്ടയാണ്. മുസ്ലിം സമുദായത്തിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള, മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസ നവോത്ഥാന മുന്നേറ്റത്തിന് കാരണമായിട്ടുള്ള കോടിക്കണക്കിന് ആസ്തിയുള്ള വഖഫ് സ്വത്തുകൾ കൈയേറ്റം ചെയ്യാനും അതിനെ പെട്ടെന്നൊരു നിയമത്തിലൂടെ ഇല്ലായ്മ ചെയ്യാനുമുള്ള ഒരു നിയമം പാസ്സാക്കപ്പെട്ടപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ ആ വഖഫ് സംരക്ഷണത്തിനു വേണ്ടി ആ നിയമത്തിനെതിരെ പാർലമെന്റിലും രാജ്യസഭയിലും പോരാടിയത് ഒട്ടേറെ അമുസ്ലിം MP-മാരായിരുന്നു. എല്ലാ മതേതര ജനാധിപത്യ രാഷ്ട്രീയ കക്ഷികളിലുള്ള MP-മാർ ആ വഖഫ് ഭേദ നിയമത്തിനെതിരെ ധീരമായി പ്രസംഗിച്ചു. ജമാഅത്തെ ഇസ്ലാമി എന്താ ചെയ്തത്? ജമാഅത്തെ ഇസ്ലാമി വഖഫ് ഭേദ നിയമം പാസ്സാക്കപ്പെട്ടപ്പോൾ അതിനെതിരെ കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ ആ മാർച്ചിൽ ഉയർത്തിപ്പിടിച്ച കുറച്ച് ഫോട്ടോകൾ ഉണ്ടായിരുന്നു. ആരുടെ ഫോട്ടോ? അബുലാല മൗദൂദിയുടെ ഫോട്ടോ, ഹസനുൽ ബന്നയുടെ ഫോട്ടോ. ഇവരാരാ? ഇന്ത്യയിലെ വഖഫ് സംരക്ഷണത്തിന്റെ നേതാക്കന്മാരാ. ഒരു ഭാഗത്ത് മൗദൂദിയെ തള്ളിപ്പറയുന്നു, മറുഭാഗത്ത് തങ്ങളുടെ യുവജന സംഘടനയെ വിട്ടുകൊണ്ട് മൗദൂദിയുടെയും ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന ലോകത്തെ പല രാജ്യങ്ങളും നിരോധിക്കപ്പെട്ട ആ സംഘടനയുടെ സ്ഥാപകനായ ഹസനുൽ ബന്നയുടെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോഴിക്കോട്ടങ്ങാടിയിൽ, കോഴിക്കോട് എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തുന്നു. ഒരു ഭാഗത്ത് വലിയ ബഹുസ്വരതയുടെ മനോഹരമായ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മതേതരത്വത്തിൻ്റെ ആളുകളാണെന്ന് പറയുകയും, മറുഭാഗത്ത് ഈ മതരാഷ്ട്രവാദത്തിൻ്റെ അപകടകരമായ ആശയങ്ങൾ കൊണ്ടുവന്ന അത്തരം ആളുകളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റ് നടത്തുകയും ചെയ്യുന്ന ഈ കപടന്മാരെ ഇനിയും ആർക്കെങ്കിലും തിരിച്ചറിയാൻ വൈകിയിട്ടുണ്ടെങ്കിൽ അത് അപകടകരമാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങളതിനെ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കെട്ടേണ്ടതില്ല. ജമാഅത്തെ ഇസ്ലാമി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഡൽഹിയിൽ RSS നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയത്. മുസ്ലിം സമുദായത്തിനൊരു പരാതിയില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി RSSുമായിട്ട് ചർച്ച നടത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി RSSനെ വിഴുങ്ങാനൊന്നും പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചില ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതിലാർക്കും പരാതിയില്ല. ഓരോരുത്തരും അവരുടെ നിലനിൽപ്പിനനുസരിച്ച് ആദർശവും നിലപാടും ഒക്കെ ബലി കഴിക്കുന്നുണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷെ മുസ്ലിം സമുദായത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇതുപോലുള്ള അപകടകരമായ ആശയങ്ങൾ സൂക്ഷിക്കുന്ന സംഘടനകൾക്ക് കടന്നു വരാൻ അവസരമുണ്ടായാൽ, ആ വാതിൽ തുറന്നാൽ അതിൻ്റെ നഷ്ടം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനായിരിക്കും. ഏതെങ്കിലും നിരീശ്വരവാദികളുമായി കൂട്ടുചേരുന്നത് പോലെയല്ല, ഏതെങ്കിലും സംഘപരിവാർ സംഘടനകളുമായി കൂട്ടുചേരുന്ന പോലെയല്ല. മുസ്ലിം സമുദായത്തിന്റെ മുഖ്യധാരക്കകത്തേക്ക് ഇതുപോലുള്ള ഭീകര പ്രസ്ഥാനങ്ങൾക്ക് കടന്നു വരാൻ വാതിൽ തുറന്നാൽ അതിൻ്റെ അപകടങ്ങൾ വലിയ അപകടമാണ്. ഞാനിത് പറയുമ്പോൾ ഇപ്പോഴൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ പറയുമ്പോൾ ഇതിനെല്ലാവരും തെരഞ്ഞെടുപ്പുമായിട്ട് കൂട്ടിക്കെട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ്. അവരൊരു കാലത്ത് ഈ ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടുനടന്ന ആളുകളാണ്. ദേശാഭിമാനി ജമാഅത്തെ ഇസ്ലാമിയെ പ്രകീർത്തിച്ചുകൊണ്ട് മുഖലേഖനം എഴുതിയതാണ്. നമ്മളതൊന്നും വിസ്മരിക്കുന്നില്ല.
ഓരോരുത്തരും ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ തരം പോലെ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നതിനനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നയം മാറ്റും. ഇപ്പോൾ വോട്ട് തരാത്തവരാണെങ്കിൽ അവർക്ക് അവർ ഭീകര സംഘടനയായിരിക്കും, ഇപ്പോൾ വോട്ട് തരുന്നവരാണെങ്കിൽ അവർക്ക് മിതസംഘടനയായിരിക്കും. അതല്ല സമസ്തയുടെ മാനദണ്ഡം. സമസ്തയുടെ മാനദണ്ഡം അതല്ല. സമസ്തയുടെ മാനദണ്ഡം ഈ വോട്ടിൻ്റെ ഒക്കെ മുമ്പ്, ഇവ രാഷ്ട്രീയ പാർട്ടിയായി വരുന്നതിന് മുമ്പ് 1950 പ്രഖ്യാപിച്ച മാനദണ്ഡമാണ്. ആ മാനദണ്ഡം എന്താണ്? ലോകത്തെ ഇസ്ലാമിക സമൂഹത്തെ മറ്റുള്ളവർക്കിടയിൽ തെറ്റിദ്ധരിക്കാൻ കാരണമായ അപകടകരമായ ആശയങ്ങൾ വെച്ചുപുറത്തുന്നവരാണ് ഇവർ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഭീകര പ്രസ്ഥാനങ്ങളെ, ഈ ആശയപരമായി അപകടം ക്ഷണിച്ചു വരുത്തുന്ന പ്രസ്ഥാനങ്ങളെ സമുദായത്തിൻ്റെ മുഖ്യധാരയിൽ കടന്നു വരാനുള്ള അവസരം സൃഷ്ടിക്കുന്നത് അപകടം വരുത്തും എന്നാണ് പറയുന്നത്. ആ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യാനും തിരിച്ചറിയാനും എല്ലാവർക്കും സാധിക്കണം. കാരണം എന്താണ്? ഈ തെരഞ്ഞെടുപ്പാണെങ്കിലും മറ്റു താൽക്കാലികമായ ലാഭനഷ്ടങ്ങളാണെങ്കിലൊക്കെ അത് 2-3 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ തീർന്നു പോകും. പക്ഷേ ഈ നാടിൻ്റെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണം. ഈ നാട്ടിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ അവരവരുടെ മതവിശ്വാസവും ആചാരവും ഇഷ്ടാനൊക്കെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നല്ല കാലം, ആ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ നല്ല കാലം, ആ നല്ല കാലം ഇനിയും ഉണ്ടാകണം. അതിന് ഭംഗം വരുത്താനുള്ള പ്രവർത്തനങ്ങൾ ഏത് കോണിൽ നിന്നാണെങ്കിലും അതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആവശ്യമായ പ്രതിവിധിയിലേക്ക് നമ്മൾ പൗരസമൂഹം മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടങ്ങൾക്കാണ് ഇടവരുത്തുക എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഈ സമുദായത്തിനകത്ത് വിശ്വാസ പ്രമാണങ്ങളെ, ആദർശങ്ങളെ, അതുപോലുള്ള സംസ്കാരങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നതോടൊപ്പം മറ്റു സാമുദായിക സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും എല്ലാ സമാധാനപരമായ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ. ആ അഭിമാനബോധത്തോടുകൂടി അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നല്ല നാളെയുടെ കാര്യത്തിൽ സ്വാഭാവികമായും സമസ്തയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ജാഗ്രതയുണ്ടായിരിക്കും. സ്വാഭാവികമായും ആ നല്ല ഭാവിക്കെതിരായിട്ട് നടക്കുന്ന ഏത് പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോഴും അതിനെതിരെയുള്ള ജാഗ്രതാ സന്ദേശം കൈമാറുക എന്നുള്ളത് സംഘടനാപരമായ മാത്രമല്ല മതപരമായ ബാധ്യത കൂടിയാണ് എന്ന തിരിച്ചറിവോടുകൂടിയാണ് ഇത്തരം സന്ദേശങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നത് എന്നുകൂടി ഇവിടെ പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്യുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.